ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൂൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഒരുപാട് പേരിനോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ സിഗ്നേച്ചർ വണ്ണായിട്ടുള്ള ഈ ഒരു വെഡ്ഡിങ് ഹൂപ്പ് അല്ലെങ്കിൽ നെയിം ഹൂപ്പാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. അധികം പണിയൊന്നുമില്ല, എന്നാൽ കുറച്ച് കഷ്ടപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മാത്രമല്ല ഇതിലെ ഗോൾഡൻ കട്ടിങ്ങിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഗോൾഡൻ കട്ടിങ് ഒക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടൊക്കെ കുറേ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു ഗോൾഡൻ കട്ടിങ് തന്നെ കേട്ടോ. അപ്പം ഇതൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിന് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 12 ഇഞ്ചുള്ള ഹൂപ്പ് കൊടുക്കാം, നിങ്ങൾക്ക് 10 ഇഞ്ചുള്ള ഹൂപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് 10 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. 12 ഇഞ്ചിൻ്റെ ഹൂപ്പിലും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ട സംഭവം ഈ ഒരു ഫ്ലവർ ബഞ്ചസ് ആട്ടോ. ഇതിന് 100, 120 ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ഗോൾഡൻ കട്ടിങ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എവിടെ നിന്നാണ് എന്താണെന്നുള്ളതൊക്കെ. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്യുന്ന നെറ്റ് വന്നിട്ട് ഓഫ് വൈറ്റ് ആണ്. പ്യൂർ വൈറ്റ് വേണവർക്ക് അതെടുക്കാം, അതല്ല ഇനി കളർ നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ആസ് യൂഷ്വൽ നമ്മുടെ കസ്റ്റമറുടെ റെഫറൻസ് ആണ് ഏത് കളർ നെറ്റ്, ഏത് കളർ ഫ്ലവർ അതെല്ലാം. മാത്രമല്ല എൻ്റെ ഫോട്ടോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് പിങ്ക് ആയതുകൊണ്ട് തന്നെ കുറേ പേര് എനിക്ക് തരുന്ന വർക്ക്സ് ഒക്കെ ഓഫ് വൈറ്റ് പിങ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഈ ഒരു കളറിൽ തന്നെ ചെയ്തു പോകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ല വെറൈറ്റി കളേഴ്സ് പിടിക്കാം. പിന്നെ നോർമലി നമ്മളിത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫാബ്രിക് ചെയ്യില്ലേ, ഫാബ്രിക്കിന് വേണ്ടിയിട്ട് നമ്മൾ തുണി അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഫ്ലവേഴ്സ് ഇതുപോലെ ഞാൻ പ്ലക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തത് അങ്ങനെ എടുക്കുമ്പോഴാണ്. ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഫ്ലവർ അല്ലാതെ കൈക്ക് വരും. അപ്പം അങ്ങനെ എടുക്കാതെ പതുക്കെ നോക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ഗൺ ആണ്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇതിലെല്ലാ പ്രോസസ്സും നടത്തുന്നത്. അതായത് ഈ ഒരു ഫ്ലവർ നന്നായിട്ട് ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് അയക്കുന്ന എല്ലാ പ്രോഡക്റ്റും കൊറിയർ ചെയ്യുന്നതാണ്. സോ ഡാമേജസ് വരും. സാധനം എത്തുമ്പോൾ ഫ്ലവറൊക്കെ കയ്യിലേക്ക് പോന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ്ണ് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് ഒട്ടിക്കുക. ഫെവിക്കോളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഫ്ലവേഴ്സ് മാത്രം വെച്ചിട്ടാണ്. നോർമലി ഞാൻ ചെയ്യാറുള്ളത് അടിയിൽ ലീഫ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വെക്കാറുണ്ട്. അതല്ലാതെ വേറെ ഐറ്റംസ് വെച്ചിട്ടും അങ്ങനെയും ചെയ്യാറുണ്ട്. നമുക്ക് ആ ഫ്ലവർ ബഞ്ചിലുള്ള എല്ലാ ഐറ്റംസും യൂസ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഏതൊക്കെ ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് വെക്കണം, എങ്ങനെയൊക്കെ ചെരിച്ചും മറിച്ചൊക്കെ വെക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റീവ് അനുസരിച്ചിട്ടാണ് ചെയ്തത്. ചിലപ്പം വേറെ പലവർക്കും ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതിപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ ഹൂപ്പായതുകൊണ്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് വേണ്ടി വന്നിട്ടുള്ളത്. ഒരു 12 ഇഞ്ചിൻ്റെ ഹൂപ്പാണെങ്കിൽ കുറച്ചും കൂടെ അധികം ഫ്ലവേഴ്സ് വേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് ഇനി ഹൂപ്പിൻ്റെ സൈസ് കുറക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനിടാവുന്ന പ്രൈസും കുറയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു 1900 ആ റേഞ്ചിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമുക്ക് റേറ്റ് കുറയ്ക്കാം. എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് റേറ്റും കൂട്ടാം കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ ആ ഫ്ലവർ ബഞ്ചിൽ വന്നിട്ടുള്ള കുറച്ച് എന്താ പറയുക ചെറിയ ചെറിയ ഇലകളൊക്കെ ഞാൻ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഈ ഒരു ഗോൾഡൻ കട്ടിങ്ങിനെ കുറിച്ചിട്ടാട്ടോ. ഈ ഒരു ഗോൾഡൻ കട്ടിങ് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കുറേ കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റീൽസിലായാലും യൂട്യൂബിലായാലും ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കട്ടിങ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് അറിയില്ല ഇത് ഏത് സ്ഥലത്തു നിന്നാണെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരു കടയിൽ കിട്ടും. അവിടെ ഈ ഒരു ഗോൾഡൻ കട്ടിങ്ങും അതേപോലെ തന്നെ നെയിം കട്ടിങ്ങും ഒക്കെ ചെയ്യുന്ന, വിനിൽ കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഷോപ്പിൽ നിങ്ങൾ പോയി ചോദിക്കുക. അതായത് ഇങ്ങനത്തെ കട്ടിങ്ങൾ ചെയ്യുന്ന ഷോപ്പിലൊക്കെ പോയി ചോദിക്കുക, ഇങ്ങനത്തെ ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് ഇതിവിടെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അവർ പറയും ചെയ്യുന്നില്ല, പക്ഷെ അറിയുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത് അവർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് ചോദിക്കണം ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഷോപ്പ്, ഈ വിനൽ കട്ടിങ് അതേപോലെ ഗോൾഡൻ കട്ടിങ് അല്ലെങ്കിൽ നെയിം കട്ടിങ് ഒക്കെ ഉണ്ടാവും. ആ ഷോപ്പിൽ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടാവും അവർ ഇന്ന കട്ടിങ് ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനത്തെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ എൻക്വയറി ചെയ്യുക ഈ ഒരു ഐറ്റം ഇവിടെ ചെയ്യുന്നുണ്ടോയെന്ന്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനത്തെ ചെയ്തിട്ട് അവർ കസ്റ്റമൈസായി ചെയ്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. സോ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഇറങ്ങി തപ്പിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഈ ഗോൾഡൻ കട്ടിങ്ങിനെ കുറിച്ച് എവിടെ നിന്നാണ് ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന ഷോപ്പിൽ ചോദിച്ചു നോക്കി ഇങ്ങനെ വല്ല ചെയ്യുന്നത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവരെന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം അത് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ കട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഇതുപോലത്തെ പ്രിന്റ് ഷോപ്പിങ്ങിലോ അല്ലെങ്കിൽ കട്ടിങ് ചെയ്യുന്ന ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് ഈ ഒരു വൈറ്റ് പേൾ
വരുന്നതാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ബട്ടൺ ഹൗസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം താഴത്തായിട്ട് കുറച്ചും കൂടി ഒന്ന് ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അതിലുമ്പോൾ തന്നെ ഗ്ലൂ ഉണ്ട്, എന്നാലും അതിന് സ്റ്റിക്നെസ് കുറവാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡൻ കട്ടിന്റെ മുകളിൽ ഇതുപോലെ ഒരു ചെറിയൊരു ക്ലോത്ത് പോലെ ഒരു എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കവറിങ് വരുന്നുണ്ട്. അത് അവസാനം മാത്രമേ ഒരെടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിത് ഒട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്ക്രാച്ചസ് ഒക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഊരെടുക്കുമ്പം അത് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ഗോൾഡൻ കട്ടിങ് തന്നെയാണ്. നമുക്ക് ഹാപ്പി ബർത്ത്ഡേയുടെയും അതേപോലെ തന്നെ ജസ്റ്റ് എൻഗേജിങ്ങിനൊക്കെ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓൾറെഡി അവർ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. അതല്ലാതെ കസ്റ്റമൈസേഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ചെറിയൊരു തൂക്ക് പോലെ കൊടുക്കുന്നുണ്ട്, തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ പോലെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ആ സ്റ്റാൻഡായിട്ടുള്ള സാധനം മേടിക്കാൻ വേണ്ടി കിട്ടും, അങ്ങനെ കൊടുക്കുക. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതിങ്ങനെ തൂക്കിയിടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മൾ വൈറ്റ് ഷവറിലൊക്കെ തൂക്കിയിടുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു ഭംഗി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം എൻ്റെ സിഗ്നേച്ചേർഡ് വൺ ആയിട്ടുണ്ട്. കുറേ പേര് ഇത് ചെയ്തിട്ട് എനിക്ക് സ്റ്റോറി മെൻഷൻ ചെയ്യാറുണ്ട് ഇൻസ്പയർഡ് ആയിട്ടെന്നുള്ളത്. എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ഇത്രയും എത്തുമെന്ന് ഞാൻ വിചാരിച്ചല്ല. അപ്പോൾ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പം ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഇതിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.